രാഹുൽ ഗാന്ധി ഇട്ട അണുബോംബ് അത് രാഹുൽ ഗാന്ധിയുടെ തന്നെ മുട്ടിൽ വീണ് പൊട്ടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ സ്വന്തം അമ്മയുടെ കള്ളത്തരം തന്നെ പൊളിഞ്ഞടുങ്ങിയിരിക്കുകയാണ്. അതായത് BJP ഉണ്ടാകുന്ന കാലത്തിന് മുമ്പ് തന്നെ സോണിയാഗാന്ധി കള്ളവോട്ട് ചെയ്തിരുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. BJP അതിൻ്റെ തെളിവുകൾ ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ്. സോണിയാഗാന്ധി ഇപ്പോൾ കള്ളവോട്ട് ചെയ്താണ് ഇപ്പോൾ പല കാര്യങ്ങളും നേടിയെടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. രാഹുൽ ഗാന്ധിയുടെ വാദങ്ങൾ തന്നെ കടമെടുക്കുകയാണെങ്കിൽ ഈ വോട്ട് ചോരി തുടങ്ങിയത് ഇന്നും ഇന്നലെയും അല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക പരിഷ്കരണ സംരംഭത്തെ പ്രതിപക്ഷം ശക്തമായി എതിർക്കുന്നു. SIR വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ദിവസവും ECക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇതിനു പുറമെ SIR വിഷയം സുപ്രീം കോടതിയിലും എത്തിയിട്ടുണ്ട്. അതേസമയം വോട്ടർ പട്ടികയിൽ സോണിയാഗാന്ധിയുടെ പേരിൽ ക്രമക്കേടുകൾ ഉണ്ടെന്നതിൻ്റെ തെളിവുകൾ പങ്കുവെച്ചുകൊണ്ട് BJP കോൺഗ്രസിനെ വലിയ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ്. സോണിയാഗാന്ധിയുടെ പേര് വോട്ടർ പട്ടികയിൽ 2 തവണയാണ് പ്രത്യക്ഷപ്പെട്ടത്. ഇത് തിരഞ്ഞെടുപ്പ് നിയമ ലംഘനമാണ്. പോരാത്തതിന് കോൺഗ്രസിലെ പല നേതാക്കൾക്കും കേരളത്തിലും അവരുടെ ബന്ധുക്കൾക്കടക്കം ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്നുള്ളതും വലിയ രീതിയിൽ കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുകയാണ്. സോണിയാഗാന്ധി ഇന്ത്യൻ പൗരയല്ലാതിരുന്ന കാലത്ത് അവരുടെ പേര് 2 തവണ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുവെന്നും ഇത് തിരഞ്ഞെടുപ്പ് നിയമത്തിൻ്റെ വ്യക്തമായ ലംഘനമാണെന്നും BJP IT സെൽ മേധാവി അമിത് മാളവ്യ തെളിവ് സഹിതം പുറത്തുവിട്ടു. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അയോഗ്യരാക്കപ്പെട്ട നിയമവിരുദ്ധരായ വോട്ടർമാരെ നിയമവിധേയമാക്കണമെന്ന് വാദിക്കുന്നത് SIRനെ എതിർക്കുന്നത്. എന്തായാലും അദ്ദേഹം ഒരു ഇറ്റാലിയൻ പൗരനായിട്ടും അദ്ദേഹത്തിൻ്റെ പേര് വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്തിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് 1980 സോണിയാഗാന്ധിയുടെ പേര് ആദ്യം വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്തിരുന്നതായും അന്നവർ ഇറ്റാലിയൻ പൗരത്വമുള്ളവരായിരുന്നുവെന്നും ഇതുവരെ ഇന്ത്യൻ പൗരത്വം ലഭിച്ചിട്ടില്ലെന്നും മാളവ്യ സോഷ്യൽ മീഡിയ Xൽ തെളിവ് സഹിതം കുറിച്ചു. ആ സമയത്ത് ഗണ്ഡി കുടുംബം മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വസതിയായിട്ടുള്ള സഫ്ദർജംഗ് റോഡിലെ 1-ാം നമ്പർ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അതിനാൽ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, സഞ്ജയ് ഗാന്ധി, മേനവ ഗാന്ധി എന്നിങ്ങനെയുള്ള ഗാന്ധികളെല്ലാം കൂടെ ചേർന്ന് വോട്ടർ പട്ടികയിൽ ഒരേ വിലാസത്തിലായിരുന്നു തമ്പടിച്ചിരുന്നത്. 1980 വോട്ടർ പട്ടിക പരിഷ്കരിച്ചു. അതിൽ സാധുതാ തീയതി 1980 ജനുവരി 1 നിലനിർത്തി. ഇതിനിടയിൽ പോളിംഗ് സ്റ്റേഷൻ നമ്പർ 145 സോണിയാഗാന്ധിയുടെ പേര് റാങ്ക് 388 ചേർത്തു എന്നാണ് ഇപ്പോൾ കൃത്യമായി തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും പൗരത്വം ലഭിക്കുന്നതിന് മുമ്പ് സോണിയാഗാന്ധിയുടെ പേര് എങ്ങനെ വോട്ടർ പട്ടികയിൽ വന്നു എന്നുള്ളതിന് കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും. 1982 ഒരു വിവാദമുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ സോണിയാഗാന്ധിയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. തുടർന്ന് 83 അവരുടെ പേര് വീണ്ടും വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്യുകയും പോളിംഗ് സ്റ്റേഷനിൽ 140 236 റാങ്ക് നൽകുകയും ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ സമയത്ത് വോട്ടർ പട്ടിക പരിഷ്കരിച്ചപ്പോൾ ശരിയായ തീയതി 1983 ജനുവരി 1 നിശ്ചയിച്ചു. അതേസമയം സോണിയാഗാന്ധി 1983 ഏപ്രിൽ 30 ഇന്ത്യൻ പൗരത്വം ലഭിച്ചത്. അതായത് ആ സമയം അവർ ഇന്ത്യൻ പൗരയായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രാജീവ് ഗാന്ധിയെ വിവാഹം കഴിച്ച് 15 വർഷങ്ങൾക്ക് ശേഷം സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം ലഭിച്ചത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്? വോട്ടർ പട്ടികയിൽ 2 തവണ പ്രത്യക്ഷപ്പെട്ട ഒരേ വ്യക്തിയുടെ പേര് ഗുരുതരമായിട്ടുള്ള കാര്യമാണെന്നും അമിത് മാളവ്യ പറയുന്നു. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ കാര്യം കട്ടപ്പൊഹയായി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.